ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്ത് ഈശോയുമായി ആഴമേറിയ ഒരു ബന്ധം പുലർത്തുന്ന സമയമാണ്. ഈശോയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരറിവും സ്നേഹവും അതിൻ്റെ ആഴത്തിലേക്ക് വരുംതോറും ഒരു വ്യക്തി താൻ ആരാണെന്ന് വ്യക്തമായി കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ദൈവത്തെയും ദൈവികതയെയും അറിയുന്നവൻ സ്വയം കണ്ടെത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ ശക്തമായ മുഖം അവൻ്റെ ആത്മാവിൽ തെളിഞ്ഞു കാണുക. ദൈവത്തെ അന്വേഷിച്ചു പോകുന്നവൻ സ്വയം കണ്ടെത്താൻ പരിശ്രമിക്കുമ്പോൾ അവൻ്റെ ഇല്ലായ്മയും അവൻ്റെ പാപ്പരത്വവും അവൻ്റെ ശൂന്യതയും നിസ്സഹായതയും എല്ലാം കാണുകയാണ്. ആ നിസ്സഹായതയുടെ ആഴത്തിലാണ് ദൈവത്തിൻ്റെ തിരുമുഖം തെളിഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ പ്രകാശമാനമായ തിരുമുഖം തെളിഞ്ഞു കാണുന്നത് ഒരു വ്യക്തിയുടെ ഇല്ലായ്മയുടെ ശൂന്യതയുടെ ആഴങ്ങളിലാണ്. കർത്താവ് തൻ്റെ എളിയ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു എന്ന് പരിശുദ്ധ മറിയം പറയുന്നുണ്ട്. മറിയം തൻ്റെ എളിമയെ തൻ്റെ താഴ്മയുടെ ആഴങ്ങളിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനത്തെ വ്യക്തമായി അവൾ മനസ്സിലാക്കി. ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. കുഞ്ഞുമക്കളെ, ഈ നോമ്പ് കാലത്ത് നാം കാണുന്നുണ്ട് നമ്മുടെ ഇല്ലായ്മയുടെ ശൂന്യത എവിടെയെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ലൂക്കാ അറിയിച്ച സുവിശേഷത്തിലെ 22-ാമത്തെ അധ്യായത്തിൽ 57-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പത്രോസ് എന്ന് പറയുന്ന ആ വടവൃക്ഷം വേരോടെ അടി തെറ്റി താഴെ വീഴുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുക. ഈശോ പിടിക്കപ്പെട്ടു, പ്രധാന പുരോഹിതന്മാരുടെ മുമ്പിലേക്ക് അവിടുന്ന് വലിച്ചിഴക്കപ്പെട്ടു. അവര് അവിടുത്തെ വിസ്തരിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന ആ രംഗം. അവിടെയാണ് ശമയോൻ പത്രോസിനോട് ഒരു സ്ത്രീ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീയും അവൻ്റെ ശിഷ്യന്മാരിൽ പെട്ടവനല്ലേ എന്ന് ചോദിക്കുമ്പോഴേ പത്രോസ് അവളോട് വ്യക്തമായി പറയാണ്, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന്. പത്രോസ് എന്നു പേരുള്ള അപ്പസ്തോല പ്രമുഖനായ ആ വടവൃക്ഷം അവിടെ അടിയോടെ വേരിൽ നിന്ന് നിലംപരിശായി വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. അവനെ ഞാൻ അറിയുന്നില്ല എന്ന്. ദൈവത്തിൻ്റെ ദൈവീകതയെ, തന്നെ സ്നേഹിക്കുന്ന യേശുവിനെ, തന്നെ സ്നേഹിക്കുന്ന ആ ദിവ്യ ഗുരുവിനെ അറിയില്ല എന്ന് പറയുന്നത് തീർച്ചയായും ഒരു വലിയൊരു നാശമാണ്. പത്രോസ് ആ നാശത്തിലേക്ക് തന്നെ തെറ്റി വീഴുകയാണ് ചെയ്യുക. ഞാൻ അവനെ അറിയുന്നില്ല എന്ന്. പത്രോസ് പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ലൂക്കാ അറിയിച്ച സുവിശേഷത്തില് 5-ാമത്തെ അധ്യായത്തില് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും പിടിക്കാൻ കഴിവില്ലാതിരുന്നതായ അവന് വല കഴുകി അത് കെട്ടി പോകാൻ തുടങ്ങുന്ന അവസരത്തിൽ ഈശോ അവനോട് പറഞ്ഞ വചനമായിരുന്നു, നീ ആഴത്തിലേക്ക് നീക്കി വല ഒന്ന് എറിയാൻ പറഞ്ഞപ്പോഴേ അവൻ ചുരുട്ടിക്കൂട്ടി വെച്ച് പോകാൻ തുടങ്ങിയതായ വല വീണ്ടും അഴിച്ച് ആഴത്തിലേക്ക് എറിഞ്ഞു. ധാരാളം മത്സ്യം അവന് കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടിയപ്പോഴേ അങ്ങനെ തന്നതായ അത്ഭുതങ്ങൾ നടത്തി അനുഗ്രഹ സമൃദ്ധി നൽകിയതായ ആ യേശുവിനെ അവൻ അന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത്, കർത്താവേ, അങ്ങ് എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണെന്ന്. ആ പത്രോസ് ഇന്ന് അതേ യേശുവിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറയാണ്. ആത്മീയ ജീവിതത്തിലെ വലിയൊരു തകർച്ചയാണ് യേശുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ എന്ന് പറയുന്നത്. ബോധപൂർവം മനഃപൂർവ്വം യേശുവിനെ നിഷേധിക്കുന്നത്. മത്തായി അറിയിച്ച സുവിശേഷത്തില് 14-ാമത്തെ അധ്യായത്തിൽ നാം വ്യക്തമായി കാണുന്നറിയാമോ? വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന പത്രോസ് യേശുവിൻ്റെ മുമ്പിലേക്ക് തൻ്റെ വലതുകരം നീട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ നശിക്കുകയാണ്, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് വിലപിക്കുമ്പോഴേ
യേശു അവനെ തൻ്റെ വലതുകരം കൊണ്ട് പിടിച്ച് ഉയർത്തുന്നുണ്ട്. അല്പവിശ്വാസി, നീ എന്തുകൊണ്ട് സംശയിച്ചു എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോഴേ യേശുവിനെ കണ്ടുപിടിച്ച് രക്ഷ പ്രാപിച്ചവനായ പത്രോസ് ഇന്ന് യേശുവിനെ കുറിച്ച് പറയാണ്, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറയാണ്. പൊന്നുമക്കളെ, ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രത്യേകം എടുക്കാവുന്ന ഒരു സമീപനം, പ്രത്യേകിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് നാം എന്തെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു പാപമാണ്. ആ പാപത്തിൽ നമ്മൾ തിരിച്ചു വന്നേ മതിയാവൂ. ഇന്ന് യേശുവിനെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ വലിയൊരു ശക്തിയാണ്. നമുക്കറിയാമല്ലോ, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനത്തിലൂടെ പൗലോസ് പറയുന്നത്, യേശുക്രിസ്തുവിനെ, അതും ക്രൂശിതനായവനെ കുറിച്ച് അറിയുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരറിവും എനിക്ക് വേണ്ട എന്ന് പറയാണ്. ആ അറിവിന്റെ ശ്രേഷ്ഠതയാണ്, ആ അറിവിന്റെ ചൈതന്യമാണ് ഇന്ന് നമുക്ക് വേണ്ടത്. ഇതാണ് ഇന്ന് നമുക്കറിയാം, യേശുവിനെയും യേശുവിന്റെ ചൈതന്യത്തെയും എല്ലാം തള്ളിപ്പറയുന്നതായ നിമിഷങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈയിടെ നടന്നതായ പത്രത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായല്ലോ, അതായത് RSSന്റെ നേതാവ് മദർ തെരേസയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മദർ തെരേസ ഈ ഭാരതത്തിലേക്ക് വന്നത് മത പരിവർത്തനത്തിന് വേണ്ടിയാണ് എന്ന്, ഹിന്ദുക്കളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ക്രിസ്ത്യാനികളാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന കാണുകയുണ്ടായി. കത്തോലിക്ക സഭ മുഴുവനും അതിനെതിരായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് പ്രതികരിച്ചത് അത് RSS നേതാവിന്റെ അജ്ഞത കൊണ്ട് പറഞ്ഞതായ വചനമാണ്. മദർ തെരേസ ഈ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഒരു ഹിന്ദുവിന്, ഒരു ഹൈന്ദവനെ ക്രിസ്ത്യാനിയാക്കാനായിട്ട് ആ ജീവിച്ചിരുന്ന വിശുദ്ധ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതാണ്, ഈ മദർ തെരേസ യേശുവിനെ അറിഞ്ഞവളാണ്. ആ യേശുവിനെ അറിഞ്ഞവള് യേശുവിനെ കുറിച്ചുള്ള അറിവും സ്നേഹവും കൊണ്ട് തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞപ്പോഴേ അത് സ്നേഹമായി, കരുണയായി, സാന്ത്വനമായി, ശാന്തതയായി, ക്ഷമയായി അത് നാനാതരത്തിൽ അങ്ങ് പ്രസരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വന്നപ്പോഴേ ദരിദ്രരിലും പാവപ്പെട്ടവരിലും വലിച്ചെറിയപ്പെട്ടവരിലുമെല്ലാം അവൾ യേശുവിന്റെ തിരുമുഖം അവർക്ക് കാണാൻ സാധിച്ചു. അതിന് ഹൈന്ദവനാകാം, മുസ്ലിമാകാം, സിഖുകാരനാകാം, പാർസിയാകാം, ആരുമാകട്ടെ, വേദന അനുഭവിക്കുന്നവരുടെ ഹൃദയത്തിൽ, വ്യക്തിത്വത്തിൽ യേശുവിന്റെ തിരുമുഖം കണ്ടു. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് മദർ തെരേസ പറഞ്ഞില്ല. പൊന്നുമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്, നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ അറിയുന്നവരാണോ? അവരുടെ ഹൃദയത്തിൽ യേശുവിന്റെ തിരുമുഖമുണ്ട്. പലരും പ്രായമായ മാതാപിതാക്കന്മാരെ പലർക്കും വേണ്ട. അവർ ഇന്ന് അവഗണിക്കപ്പെട്ടവരാണ്. അവർ അനാഥാലയങ്ങളിലാണ്, അഗതി മന്ദിരങ്ങളിലാണ്. അവർക്ക് ഇന്ന് ജീവിക്കുവാൻ അവകാശമില്ലാത്തവരെ പോലെയാണ്. നിങ്ങൾ അവരിൽ തിരിച്ചറിയുകയാണ് വേണ്ടത്. പാവപ്പെട്ടവരിൽ, ദരിദ്രരിൽ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരിൽ, തലചായ്ക്കുവാൻ സ്ഥലമില്ലാത്തവരിൽ, കഷ്ടത അനുഭവിക്കുന്നവരിൽ, ജയിലിൽ കിടക്കുന്നവരിൽ, അവരിൽ യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥമായ നോമ്പിന്റെ ചൈതന്യം. പരിശുദ്ധാത്മാവ് ഈ തിരുവചന വിരുന്നിലൂടെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്, മക്കളെ, നിങ്ങൾ ഒരിക്കലും പറയരുത് ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറയരുത്. യഥാർത്ഥത്തിൽ അവൻ ഇന്ന് ഓരോ മനുഷ്യ വ്യക്തിയുടെയും ഹൃദയത്തിൽ, അവരുടെ മുഖത്ത് അവൻ തന്നെ പ്രകാശിക്കുകയാണ്. അവനെ തിരിച്ചറിഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനും സാധിക്കുമെങ്കിൽ അത് നോമ്പിന്റെ യഥാർത്ഥ ചൈതന്യമാണ്. കാരുണ്യവാനായ കർത്താവേ, നോമ്പിന്റെ ഈ ചൈതന്യം ഈ മക്കൾക്കെല്ലാവർക്കും നൽകി ഇവരെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സാകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.